എല്ലാവർക്കും ഹോളിവുഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാത്രി OTT റിലീസ് ചെയ്യുന്ന സിനിമകളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ OTT അപ്ഡേറ്റ്സിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ അപ്ഡേറ്റ് ജമീലാന്റെ പൂവൻകോഴി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ സിനിമയുടെ OTT ഇപ്പോൾ സൈൻ അപ്പ് വാങ്ങിച്ചിരിക്കുകയാണ്. ഇതൊരു കോമഡി മൂവിയാണ്. ബിന്ദു പണിക്കരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ സൈൻ അപ്പ് കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ പുറത്തുവിട്ടിട്ടുണ്ട്. ഈ ആഴ്ചയായിരിക്കും സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ബ്രേക്ക്ഔട്ട് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു മിസ്റ്ററി ത്രില്ലർ സിനിമയാണ്. ഈ സിനിമ ജനുവരി 9-നാണ് OTT റിലീസ്, അതായത് ഇന്ന് രാത്രി 12 മണിക്ക്. ഇതൊരു തെലുങ്ക് സിനിമയാണ്. അടുത്തൊരു അപ്ഡേറ്റ് പുഷ്പ 2മായി ബന്ധപ്പെട്ടതാണ്. ഈ സിനിമയുടെ OTT തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ജനുവരി 30-ന് നെറ്റ്ഫ്ലിക്സിലാണ് സിനിമയുടെ റിലീസ്. അതുമാത്രമല്ല അൺകട്ടഡ് വെർഷൻ ജനുവരി 11-ന് റിലീസ് ആവുന്നുണ്ട്. 20 മിനിറ്റ് എക്സ്ട്രാ ആയിട്ടാണ് സിനിമ വരുന്നത്. ഏകദേശം 4 മണിക്കൂറിനടുത്ത് സിനിമ ഉണ്ടായിരിക്കും. തിയേറ്ററിൽ കാണാത്ത അൺകട്ടഡ് വെർഷൻ നമുക്ക് ജനുവരി 10-ന് കാണാൻ സാധിക്കും. OTT റിലീസ് ചെയ്യുമ്പോൾ ഫുൾ വെർഷനാണ് വരാൻ പോകുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് സബർമതി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. വിക്രാന്ത് റാഷിയാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. സബർമതി ഒരു ഹിന്ദി സിനിമയാണ്. ഇപ്പോഴിതാ ഈ സിനിമയുടെ OTT C5 വാങ്ങിച്ചിരിക്കുകയാണ്. ഈ വീക്കിലാണ് സിനിമയുടെ റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് റൈഫിൾ ക്ലബ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ആക്ഷൻ ഡ്രാമ മൂവിയാണ്. തിയേറ്ററിൽ നിന്ന് നല്ല റെസ്പോൺസ് ആണ് റൈഫിൾ ക്ലബിന് ലഭിച്ചത്. ആഷിഖ് കപൂർ സിനിമ സംവിധാനം ചെയ്തത്. ഈ സിനിമയുടെ OTTക്ക് വേണ്ടി ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്. നെറ്റ്ഫ്ലിക്സ് ആണ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ദിലീഷ് പോത്തൻ, ദർശന, സുരഭി, വിജയരാഘവൻ, വാണി വിശ്വനാഥ് ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമ ജനുവരി ലാസ്റ്റ് വീക്കിലാണ് OTT റിലീസ്. ജനുവരി 30-ന് നെറ്റ്ഫ്ലിക്സിൽ റൈഫിൾ ക്ലബ് എന്ന സിനിമ OTT റിലീസ് ചെയ്യും. അടുത്തൊരു അപ്ഡേറ്റ് ബറോസ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. മോഹൻലാലെ ആദ്യമായിട്ട് സംവിധാനം ചെയ്ത സിനിമയായിരുന്നു ബറോസ്. സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. ഇറക്കിയ പൈസ പോലും സിനിമയ്ക്ക് തിരിച്ചു കിട്ടിയില്ല. കുട്ടികൾക്ക് വേണ്ടിയുള്ള സിനിമയായിരുന്നു ബറോസ്. ഇപ്പോഴത്തെ ഹോട്ട്സ്റ്റാർ ബറോസിന്റെ OTT അവകാശം വാങ്ങിച്ചിരിക്കുകയാണ്. ജനുവരി 25-ന് ഹോട്ട്സ്റ്റാറിൽ ബറോസ് എന്ന സിനിമയുടെ OTT റിലീസ് ഉണ്ടായിരിക്കുന്നതാണ്. അടുത്തൊരു അപ്ഡേറ്റ് നടികർ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ടോവിനോ, അനൂപ് മേനോൻ, ബാലു വർഗീസ്, സൗബിൻ ഷാഹിർ, ദിവ്യ പിള്ളൈ ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. ഇതൊരു കോമഡി ഡ്രാമ മൂവിയാണ്. ഇപ്പോഴിതാ ആമസോൺ പ്രൈം നടികർ എന്ന സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. ഈ സിനിമയുടെ OTTക്ക് വേണ്ടിയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. സിനിമ ജനുവരി മാസത്തിൽ ഉണ്ടായിരിക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. എക്സ്പെക്റ്റഡ് ഡേറ്റ് നോക്കിയാൽ ജനുവരി 28-നായിരിക്കും നടികർ എന്ന സിനിമ ആമസോൺ പ്രൈമിൽ OTT റിലീസ് ചെയ്യുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ത്രയം എന്ന സിനിമയെക്കുറിച്ചാണ്. ചന്തു, സണ്ണി വെയിൻ, ധ്യാൻ ശ്രീനിവാസൻ ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. തിയേറ്ററിൽ നിന്ന് എവറേജ് അഭിപ്രായമാണ് ത്രയം എന്ന സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. ഇപ്പോഴിതാ ഈ സിനിമയുടെ OTT മനോരമ മാക്സ് വാങ്ങിച്ചിരിക്കുകയാണ്. ഡിസംബറിൽ സിനിമ വരുമെന്ന റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് ത്രയം എന്ന സിനിമ പോസ്റ്റ്പോൺ ചെയ്തു. ഇപ്പോഴിതാ ഇന്ന് ജനുവരി 8-ന് സിനിമ വരുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് രാത്രി 12 മണിക്ക് ത്രയം എന്ന സിനിമ സർപ്രൈസ് ആയിട്ട് മനോരമ മാക്സിൽ വരുമെന്ന റൂമറുകളാണ് കേൾക്കാനുള്ളത്. അടുത്തൊരു അപ്ഡേറ്റ് DNA എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണ്. അജു വർഗീസ്, ഹന്ന റെജി, റായ് ലക്ഷ്മി, സ്വാസിക, രഞ്ജി പണിക്കർ ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. സൈനാപ്ലയാണ് DNAയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ഒരുപാട് നാളായി DNA വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. ഇന്ന് രാത്രി 12 മണിക്ക് DNA എന്ന സിനിമ സൈനാപ്ലയിൽ സർപ്രൈസ് ആയിട്ട് വരുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് പെരുമാനി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ നല്ല വിജയിച്ച സിനിമയായിരുന്നു പെരുമാനി. ഇതൊരു കോമഡി മൂവിയാണ്. കഴിഞ്ഞ വർഷമാണ് പെരുമാനി തിയേറ്ററിലെത്തിയത്. സണ്ണി വെയിൻ, ലുക്മാൻ, വിനയ് ഫോർട്ട് ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. സിനിമ ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴത്തെ കാത്തിരിപ്പ് അവസാനിച്ചിരിക്കുകയാണ്. ആമസോൺ പ്രൈം പെരുമാനി എന്ന സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. സിനിമ ജനുവരി മാസത്തിൽ റിലീസ് ഉണ്ടാകുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. എക്സ്പെക്റ്റഡ് ഡേറ്റ് നോക്കിയാൽ ജനുവരി 27-ന് പെരുമാനി എന്ന സിനിമ ആമസോൺ പ്രൈമിൽ റിലീസ്
റിലീസായേക്കും. അടുത്തൊരു അപ്ഡേറ്റ് വേല എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ക്രൈം ഡ്രാമ മൂവിയാണ്. തിയേറ്ററിൽ നിന്ന് നല്ല റെസ്പോൺസാണ് വേല എന്ന സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. സിദ്ധാർത്ഥ്, ഷെയ്ൻ നിഗം, സണ്ണി വെയിൻ, അതിഥി ബാലൻ ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. സിനിമ ഇറങ്ങിയിട്ട് ഒരു വർഷം കഴിഞ്ഞു. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. ഇപ്പോഴിതാ വേല എന്ന സിനിമയുടെ OTT ആമസോൺ പ്രൈം വാങ്ങിച്ചിരിക്കുകയാണ്. ജനുവരി മാസത്തിൽ സിനിമ റിലീസ് ഉണ്ടായേക്കും. എക്സ്പയറി ഡേറ്റ് നോക്കിയാൽ ജനുവരി 25-ന് വേല എന്ന സിനിമ ആമസോൺ പ്രൈമിൽ റിലീസായേക്കും. അടുത്തൊരു അപ്ഡേറ്റ് ഫൂട്ടേജ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു സസ്പെൻസ് ത്രില്ലർ മൂവിയാണ്. മഞ്ജു വാര്യർ, ഗായത്രി, മമ്മുക്കോയ ഇവരാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഫൂട്ടേജ് എന്ന സിനിമ തിയേറ്ററുകളിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴിതാ ആമസോൺ പ്രൈം ഫൂട്ടേജ് എന്ന സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. ജനുവരി മാസത്തിൽ റിലീസ് ഉണ്ടാകുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ജനുവരി 27-ന് ഫൂട്ടേജ് എന്ന സിനിമ ആമസോൺ പ്രൈമിൽ റിലീസായേക്കും. അടുത്തൊരു അപ്ഡേറ്റ് വൺസ് അപ്പോൺ എ ടൈം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു റൊമാൻറ്റിക്കൽ ത്രില്ലർ സിനിമയാണ്. അർജുൻ അശോകൻ, ഷൈൻ ടോം ചാക്കോ, ദേവകി, ജാഫർ ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. നാദർഷിയാണ് സിനിമ സംവിധാനം ചെയ്തത്. ഇപ്പോഴിതാ വൺസ് അപ്പോൺ എ ടൈം എന്ന സിനിമയുടെ OTT ഹോട്ട്സ്റ്റാർ വാങ്ങിച്ചിരിക്കുകയാണ്. ജനുവരി ലാസ്റ്റ് വീക്കിൽ സിനിമയുടെ റിലീസ് ഉണ്ടാകുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. എക്സ്പയറി ഡേറ്റ് നോക്കിയാൽ ജനുവരി 29-ന് വൺസ് അപ്പോൺ എ ടൈം എന്ന സിനിമ ഹോട്ട്സ്റ്റാറിൽ റിലീസായേക്കും. അടുത്തൊരു അപ്ഡേറ്റ് ഹലോ ദുബായ്ക്കാരൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു കോമഡി മൂവിയാണ്. സിനിമ ഇറങ്ങിയിട്ട് ഒരുപാട് വർഷങ്ങളായി. 2017-ലാണ് സിനിമ വന്നത്. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആദിൽ, മാളവിക, സലീം, ടിനു ടോം ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ സൈനാപ്പിളെ ഹലോ ദുബായ്ക്കാരൻ എന്ന സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. ജനുവരി 3rd വീക്കിൽ സിനിമ OTT റിലീസ് ചെയ്തേക്കും. അടുത്തൊരു അപ്ഡേറ്റ് പുഷ്പക വിമാനം എന്ന സിനിമയെക്കുറിച്ചാണ്. ഇതൊരു ക്രൈം ത്രില്ലർ മൂവിയാണ്. ഈ സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് പേരെ കാത്തിരിക്കുന്നുണ്ട്. ബാലു വർഗീസ്, സിജു വിൽസനാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. ഇപ്പോഴിതാ സൈനാപ്പിളെ സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. ഈ പുഷ്പക വിമാനം എന്ന സിനിമ ജനുവരി 20-ന് OTT റിലീസ് ചെയ്തേക്കും. അടുത്തൊരു അപ്ഡേറ്റ് മാരി വില്ലിൻ ഗോപുരങ്ങൾ എന്ന സിനിമയെക്കുറിച്ചാണ്. ഇന്ദ്രജിത്ത്, വിൻസി, ആസിഫ് അലി, സലീം കുമാർ ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. തിയേറ്ററിൽ നിന്ന് എവറേജ് അഭിപ്രായമാണ് സിനിമയ്ക്ക് ലഭിച്ചത്. ഇതൊരു ഫാമിലി മൂവിയാണ്. ഇപ്പോഴിതാ ആമസോൺ പ്രൈം മാരി വില്ലിൻ ഗോപുരങ്ങൾ എന്ന സിനിമ വാങ്ങിച്ചിരിക്കുകയാണ്. ജനുവരി 4th വീക്കിലായിരിക്കും സിനിമയുടെ റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ബാഡ് ബോയ്സ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. റഹ്മാൻ, ഷീലു, ബാബു ആന്റണി, ബിബിൻ ജോർജ്, സെന്തിൽ, ധ്യാൻ ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ OTT ഇപ്പോൾ ഹോട്ട്സ്റ്റാർ വാങ്ങിച്ചിരിക്കുകയാണ്. ജനുവരി 3rd വീക്കിൽ ബാഡ് ബോയ്സ് എന്ന സിനിമ ഹോട്ട്സ്റ്റാറിൽ റിലീസായിരിക്കും. എക്സ്പയറി ഡേറ്റ് നോക്കിയാൽ ജനുവരി 18-നായിരിക്കും സിനിമയുടെ റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് പണി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ സിനിമയുടെ OTTക്ക് വേണ്ടി ഒരുപാട് പേരെ കാത്തിരിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ സോണി ലീവ് പണി എന്ന സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. ജോജു ജോർജാണ് സിനിമയിലെ നായകൻ. സിനിമ തിയേറ്ററുകളിൽ ഹിറ്റായിട്ടുണ്ടായിരുന്നു. ജനുവരി 16-ന് സോണി ലീവിൽ പണി എന്ന സിനിമയുടെ OTT ഉണ്ടായിരിക്കുന്നതാണ്. ഇത് ഒഫീഷ്യൽ തീയതിയാണ്, അതുകൊണ്ട് മാറ്റില്ല. അടുത്തൊരു അപ്ഡേറ്റ് തങ്കമണി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. സിദ്ദിഖ്, ദുർഗ, മാളവിക, ഷൈൻ ടോം, നിതാ പിള്ളൈ, ദിലീപ് ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഒരു റിയൽ സ്റ്റോറിയാണ് തങ്കമണി പറഞ്ഞുപോയത്. പക്ഷേ സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. ഇപ്പോഴിതാ തങ്കമണി എന്ന സിനിമയുടെ OTT ആമസോൺ പ്രൈം വാങ്ങിച്ചിരിക്കുകയാണ്. ജനുവരി ലാസ്റ്റ് വീക്കിൽ തങ്കമണി എന്ന സിനിമ OTT റിലീസ് ചെയ്തേക്കും. അടുത്തൊരു അപ്ഡേറ്റ് മാർക്കോ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ സിനിമ ഇപ്പോൾ 100 കോടി ക്ലബിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. മാർക്കോ സിനിമയുടെ OTT നെറ്റ്ഫ്ലിക്സ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. ഉണ്ണി മുകുന്ദൻ, സിദ്ദിഖ്, ജഗദീഷ് ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. സിനിമ നെറ്റ്ഫ്ലിക്സിൽ ജനുവരി ലാസ്റ്റ് വീക്കോ ഫെബ്രുവരി ആദ്യ വാരമായിട്ട് റിലീസിനെത്തിയേക്കും. അടുത്തൊരു അപ്ഡേറ്റ് ഹണ്ട് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ സിനിമയുടെ OTT ആമസോൺ പ്രൈമാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇതൊരു ഹൊറർ സസ്പെൻസ് മൂവിയാണ്. ഭാവനയാണ് സിനിമയിലെ നായിക. ഈ ഹണ്ട് എന്ന സിനിമയുടെ OTTക്ക് വേണ്ടിയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. ഈ ഹണ്ട് എന്ന സിനിമ ജനുവരി മാസത്തിൽ റിലീസിനെത്തിയേക്കും. എക്സ്പയറി ഡേറ്റ് നോക്കിയാൽ ജനുവരി 20-ന് ശേഷമായിരിക്കും ഹണ്ട് എന്ന സിനിമ ആമസോൺ പ്രൈമിൽ വരുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് വാന്തര എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. മമത, ദിലീപ്, തമന്ന, സിദ്ദിഖ്, അർജുൻ, ഷൈൻ ടോം ചാക്കോ
ടിയാഗോ. ഇവരാണ് ബാന്ദ്രയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. ആമസോൺ പ്രൈമാണ് ബാന്ദ്ര സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ പുറത്തു വന്നിട്ടുണ്ട്. ഈ വീക്കിൽ അല്ലെങ്കിൽ അടുത്ത വീക്കിലായിരിക്കും ബാന്ദ്ര സിനിമ റിലീസിനെത്തുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൊഴി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ OTT അപ്ഡേറ്റ്സിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.